കൂടിയിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരു നിമിഷമാണ്. ഏപ്രിൽ 9 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ പെരുമ്പലാവിൽ വെച്ചിട്ട് നമ്മൾ ഈ മനുഷ്യചങ്ങലയുടെ തുടക്കമായിട്ടുള്ള സംഘാടക സമിതി രൂപീകരണമുണ്ടായത്. അനവധി പേരാണ് അതിൽ പങ്കെടുത്തത്. അതിനുശേഷം നമ്മുടെ ഈ കടവല്ലൂരിൽ ഈ ഒരു ചങ്ങല എന്നുള്ള മനുഷ്യചങ്ങല, സ്നേഹത്തിൻ്റെ ഈ മനുഷ്യചങ്ങല എന്നുള്ള ലക്ഷ്യത്തോടെ നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളിലും കയറിയപ്പോൾ ഇവിടെ ജയൻ വിശേഷിപ്പിച്ച പോലെ അതോടൊപ്പം തന്നെ ഒരുപാട് നാടകങ്ങളും പലതും നടക്കുന്നുണ്ട്. 4-ാം തീയതി വരെ അത് നടക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വാക്ക്, അക്ഷരം, പാട്ട്, ആട്ടം ഇതെല്ലാം ചേർന്ന് ഒരു ചങ്ങല ഉണ്ടാക്കുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള നിരവധി ചങ്ങലകൾ ചേർന്ന് അന്ന് നോ ടു ഡ്രഗ്സ്, രാസലഹരി വേണ്ട എന്നുള്ളൊരു സന്ദേശമായിട്ട് നമ്മുടെ ഈ കടവല്ലൂർ പഞ്ചായത്തിനെ മുഴുവൻ ചേർത്തുകൊണ്ട് ഒരു ചങ്ങലയിലേക്ക് ഈ ചെറിയ ചങ്ങലകൾ, ചെറിയ നദികൾ ഒരു കടലായിട്ട് മാറുന്നത് പോലെ നമ്മുടെയൊക്കെ മനസ്സും ശരീരവും കൈകളും അവിടേക്ക് എത്തുന്നതിൻ്റെ ഒരു തുടക്കം. ഓരോ ഘട്ടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ നാട് ഇങ്ങനൊരു വിപത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് തയ്യാറെടുക്കുന്നു ഇവിടെ CPIM-ൻ്റെ നേതൃത്വത്തിൽ എന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനവും ഉള്ള കാര്യമാണ്. ഇത്തരുണത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നിയ കാര്യം, നമ്മളിപ്പോൾ ഈ രാസലഹരിക്കെതിരെയാണ് ഇത് വേണ്ടതെന്ന് തോന്നുന്നു. രാസലഹരി ഉപയോഗിക്കുന്ന മനുഷ്യർക്കെതിരെ ആവരുത്, അവരെ നമ്മളുടെ ഒപ്പം തിരിച്ചു കൊണ്ടുവരിക എന്നൊരു യത്നവും ഇവിടെ എല്ലായിടത്തും നമ്മൾ നടത്തുന്ന ഏത് ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലും വേണം. കാരണം ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റാത്ത, എന്നാൽ തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം മനുഷ്യരല്ല, ആ രാസലഹരിയാണ് നമ്മുടെ ശത്രു. അതിൽ നിന്ന് മനുഷ്യരെ നമ്മൾ ഇങ്ങോട്ട് ചേർത്ത് കൊണ്ടുവരിക, നമ്മുടെ ഈ നാടിൻ്റെ കണ്ണികളായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇത് വേണ്ടതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ നമ്മൾ ഇത്തരത്തിൽ സംസാരിക്കാനും ചേർന്നിരിക്കാനും പറ്റാത്ത വിധത്തിൽ നമ്മുടെ കുട്ടികളും പുതിയ തലമുറയൊക്കെ, അവർ വിവരമില്ലാത്തവരോ കഴിവില്ലാത്തവരോ അല്ല, നമ്മളെക്കാളും ഒക്കെ വിവരവും കാഴ്ചപ്പാടും ഒക്കെ ഉള്ള കുട്ടികളാണ്, പുതിയ തലമുറയാണ് നമ്മുടെ അവിടെ ഉള്ളത്. പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു രക്ഷിതാവ് ഒരു 2 വയസ്സ് 3 വയസ്സാവുന്ന കുട്ടിക്ക് തൊട്ട്, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, മൊബൈൽ ഫോൺ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അഡിക്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിയെ. അപ്പോൾ കുട്ടി കാണുന്നത്, ജീവിക്കുന്ന കാലം തൊട്ട് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ, കുട്ടിക്ക് ഉറങ്ങാൻ, കുട്ടിക്ക് കഥ കേൾക്കാൻ ഈ മൊബൈൽ വേണം എന്നുള്ള അവസ്ഥ വരികയാണ്. കുട്ടി ഈ മൊബൈലിനോട് ചേർന്ന് നിൽക്കുക. ഈ മൊബൈലില്ലാതെ കുട്ടിക്ക് പറ്റുക അടുത്ത കടമ്പയായിട്ടാണ് ഇവിടെ കുട്ടികൾ മുഴുവൻ ഈ ഫ്രീ ഫയറാണ്, അങ്ങനത്തെ ഗെയിമുകളാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൊല്ലുക, അപ്പുറത്തുള്ളവനെ ഇല്ലാതെയാക്കുക എന്നുള്ളൊരു ചിന്തയാണ് ഇത് ഉള്ളിലേക്ക് വരുന്നത് കുട്ടിക്ക്. ഈ ദയ എന്ന് പറയുന്ന സാധനം മനുഷ്യൻ ജനിക്കുമ്പോൾ ഉണ്ടാവുന്നതല്ല. ദയ എന്ന് പറയുന്നത് മനുഷ്യൻ സാമൂഹ്യ ജീവിയായതുകൊണ്ട്, അതുകൊണ്ടാണ് മൃഗത്തിൽ നിന്ന് മനുഷ്യൻ വ്യത്യാസപ്പെടുന്നത്. സാമൂഹ്യ ജീവിയാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നതാണ് ഈ ദയ എന്ന് പറയുന്നത്. അസൂയൊന്നും അങ്ങനെയല്ല, ഒരാളെ കൊല്ലാനുള്ള തോന്നലും അങ്ങനെയല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ളത് ഹോമോസാപ്പിയൻസിൻ്റെ ശരീരത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നത്, നമ്മുടെ ജീനുകളിലൊക്കെ. അത് ദയായിട്ട് മാറണമെങ്കിൽ സാമൂഹ്യ ജീവിയാവണം. അതിന് അവസരമില്ല. മറ്റുള്ളവനെ കൊല്ലാനുള്ള ഒരു ലഹരി മസ്തിഷ്കത്തിലേക്ക് കടക്കുകയാണ്. അവിടെ നിന്നാണ് ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ് അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുന്നവന് അവൻ്റെ മസ്തിഷ്കമാണ്
ഇത് എടുക്കുന്നത്. മസ്തിഷ്കത്തിനെ മുഴുവൻ ഇതങ്ങോട്ട് മൂടുകയാണ്. പിന്നെ അവൻ എന്ത് ചെയ്യാനും ഭയമില്ല, എന്ത് ചെയ്യാനും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വലിയ വലിയ ഒരു വിപണിയുടെ കണ്ണിയായിട്ട് ഈ കുട്ടികളോ ഈ മനുഷ്യനോ മാറുകയാണ്. സ്വർണത്തിനേക്കാൾ വിലയുള്ള ഡ്രഗ്സുകൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും കച്ചവടം, അതായത് സ്വർണത്തിന് വില കൂടുന്നത് പോലെ ഇതിനും വില കൂടി വരുന്നുണ്ട്, ചെറിയൊരു തരിക്ക് വരെ. അപ്പം അതൊരു വിപണിയുടെ ഭാഗം കൂടിയായിട്ടാണ് നമ്മുടെ കുട്ടികളെയൊക്കെ ഇത് ആക്രമിക്കുന്നത്. അത്തരത്തിലുള്ള മസ്തിഷ്കത്തിനെ ബാധിച്ച ലഹരികളിൽ നിന്ന് നമ്മുടെ തലമുറ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയെ മോചിപ്പിക്കുക എന്നുകൂടിയാണ് ഇത്തരത്തിലുള്ള കണ്ണിചേരൻ്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു. ലഹരി പലതരത്തിലുണ്ട്. മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന എല്ലാ ലഹരിക്കും നമ്മൾ നോ എന്ന് പറയണമെന്ന് തോന്നുന്നു. നമ്മൾ ഇത്രത്തെ കാലത്ത് നോക്കുമ്പോൾ, അതായത് എൻ്റെ പുലിനഖം കെങ്കേമം നിൻ്റെ പുലിനഖം കയ്യാമം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പുലിനഖം ഇട്ടാൽ അത് കെങ്കേമമാവുകയും അത് ആഘോഷിക്കാനും നെഞ്ഞിങ്ങനെ കാണിച്ച് നടക്കാനൊക്കെ ഉള്ളതാവുകയും, നീ പുലിനഖം ഇട്ടാൽ അത് കയ്യാമം വെക്കാനുള്ളതാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഒരു ലഹരിയാണ്. ജാതിയുടെ ലഹരി, വർണ്ണത്തിൻ്റെ ലഹരി. ഇത്തരത്തിലുള്ള എല്ലാ ലഹരികൾക്കെതിരെയും നോട്ടു ഈ രീതിയിലുള്ള എല്ലാ ലഹരികൾക്കും, രാസലഹരിയാവട്ടെ വർണ്ണലഹരിയാവട്ടെ, ഇത്തരത്തിലുള്ള ലഹരികൾക്കൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മളെയൊക്കെ ചങ്ങലയിട്ട് കൊണ്ടുപോകുന്ന ഇത്തരം ലഹരികൾക്കൊക്കെ എതിരെ അതിനെ ആ ചങ്ങലയെ പൊട്ടിച്ചുകൊണ്ട് മനുഷ്യ സ്നേഹത്തിൻ്റെ ചങ്ങല കോർക്കുന്ന ഒരു ചങ്ങലയായിട്ട് ഇത് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ഇതിനെ എല്ലാ രീതിയിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്ത കൊണ്ടും ഇതിനൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി നിന്നുകൊണ്ട്, ഏറ്റവും നമ്മുടെ കൂട്ടത്തിൽ ഒരാളായി നിന്നുകൊണ്ട് ഏറ്റവും വിനയത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.